ഏവർക്കും പ്രിയങ്കരനായൊരു ഗുരു. അദ്ദേഹം അല്പനേരം ഒരു ശിഷ്യനോടൊപ്പം ചെലവഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. അവാച്യമായ സ്നേഹത്തോടു കൂടി ആരോ തൊട്ടപ്പോൾ അകത്തെ നിധി പുറത്തേക്ക് വരുന്നത് പോലെയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, അങ്ങ് എന്ത് മാന്ത്രിക വിദ്യയാണ് പ്രവർത്തിക്കുന്നത്? അങ്ങ് എങ്ങനെയാണ് മറ്റുള്ളവരെ ഇത്ര മാറ്റത്തിലേക്ക്, മനപരിവർത്തനത്തിലേക്ക് നയിക്കുക? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, when I meet someone, I just declare the good news that he is worth something good. When I meet someone, I just declare the good news that she is good for something beautiful. അതായത് ഞാനൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഒരൊറ്റ വചന പ്രഘോഷണം, സദ്വാർത്ത നടത്തുന്നു. അതായത് ഇയാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തിനോ വർത്തിയായിട്ടുള്ള ആളാണ്. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ആദ്യം തന്നെ ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളെ ആകസ്മികമായിട്ടാണോ നിങ്ങൾ കണ്ടുമുട്ടുന്നത്? അല്ല. യാദൃശ്ചികത എന്നൊരു സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ദൈവം പറഞ്ഞയച്ചതാണ് ഓരോ വ്യക്തിയെയും. അവർ മെസ്സഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മെസ്സഞ്ചേഴ്സ് ആയിരിക്കാം. ആക്സിഡൻ്റൽ എന്ന് ഒരു കാര്യവും സംഭവിക്കുന്നില്ല. എവറിത്തിങ് ഹാസ് എ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ടുമുട്ടിയ എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ സദ്വാർത്ത ഏകി? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സദ്വാർത്തയാകാനും സദ്വാർത്തയേകാനും വിളിക്കപ്പെട്ടവർ ഏറ്റവും മോശപ്പെട്ട വാർത്തയായി മാറുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം. അതെന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആമുഖമായി ഇത്രയും പറഞ്ഞത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു ക്യാരക്ടറെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ ല മിസറാബ്ലെ എന്ന നോവലിലെ ബിഷപ്പ് മിറിയലിനെ കുറിച്ചാണ്. ലെ മിസറാബ്ലെ, പാവങ്ങളെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട നോവൽ. നിങ്ങൾ ചരിത്രത്തിലെ ക്ലാസിക് ലിറ്ററേച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എടുത്തു നോക്കിയാൽ വിക്ടർ ഹ്യൂഗോയുടെ കൃതികൾ അവയിൽപ്പെടും. അത്രയ്ക്ക് അഗാധമായിട്ട് ആഴത്തിൽ ആളുകളെ സ്പർശിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ വരികൾ, ചിന്തകൾ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന കഥാപാത്രമാണ് ഈ ലെ മിസറാബിളയിലെ ഭാവങ്ങളിലെ ബിഷപ്പ് മിറിയൽ. സാധാരണ ഒരു ബിഷപ്പ് 75 വയസ്സ് പിന്നിട്ട ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമുഖം എന്നാണ് വിക്ടർ ഹ്യൂഗോ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുക. കാരണം വിക്ടർ ഹ്യൂഗോയുടെ മകൻ അല്പം നിരീശ്വരവാദ ചായ്വൊക്കെയുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, പെർഫെക്ഷൻ്റെയും അറിവിൻ്റെയും ഒരു ആൾരൂപമാക്കി ഈ ബിഷപ്പിനെ ചിത്രീകരിക്കേണ്ടായിരുന്നു. വിക്ടർ ഹ്യൂഗോ മറുപടി പറഞ്ഞത്, എനിക്കറിയാവുന്ന യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖമാണത്. അതുപോലുള്ള ധാരാളം പുരോഹിതരെ എനിക്കറിയാം. അങ്ങനെ അല്ലാത്തവരെ ആയിരിക്കാം നീ കണ്ടിട്ടുള്ളത്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാവുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരോഹിതനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ആ കഥാപാത്രമാണ് ബിഷപ്പ് മേറിയൽ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജീൻ വാൽജീൻ എന്ന ചെറിയ തെറ്റിന് വലിയ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്ന യുവാവ് ജയിലിലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളാൽ അയാളുടെ ജീവിതം കടുകട്ടിയായി മാറി. റഫ് ആൻഡ് ടഫ് എല്ലാ അർത്ഥത്തിലും. പണ്ട് ഒരു അപ്പക്കഷ്ണം വിശന്നിട്ട് ഭക്ഷിച്ചതിൻ്റെ പേരിലാണ് അയാൾ ജയിലിലടക്കപ്പെട്ടത്. പിന്നീട് പല കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടു. പലതവണ ജയിലിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശിക്ഷാവിധി കൂടി ഇപ്പോൾ അയാളെ യുവാവെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. യുവത്വമൊക്കെ പിന്നിട്ടു. അയാൾക്ക് എല്ലാവരോടും ദേഷ്യമുണ്ട്. ഇനി അന്നത്തെ രീതി അനുസരിച്ച് ഒരു യെല്ലോ കാർഡൊക്കെ കുത്തിയിട്ട് വേണം ഈ കുറ്റവാളി നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയില്ല. അയാൾക്ക് നടക്കുന്നതിനിടയിൽ സത്രങ്ങളൊക്കെ അയാളുടെ മുമ്പിൽ വാതിലടക്കുകയാണ്. ഉണ്ണീശോയ്ക്ക് മുമ്പിൽ വാതിലടക്കപ്പെട്ടതുപോലെയാണ്. എല്ലാവർക്കും ഇയാളെ പേടിയാണ്. ബിക്കോസ് ഹി വാസ് എ ക്രിമിനൽ, ഹി മസ്റ്റ് ബി എ ബോൺ ക്രിമിനൽ.
ആൻഡ് ഹി മേ കണ്ടിന്യൂ വിത്ത് ദ ക്രിമിനാലിറ്റി. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നത്. വീണ ഒരാളുടെ കൂടെ നമ്മൾ നിൽക്കില്ല. വാഴുന്നവൻ്റെ തോളപ്പ് നിൽക്കുമ്പോൾ നമുക്കും വാഴുന്നവൻ്റെ ഉയർച്ച കിട്ടും. വീഴുന്നവൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വീഴ്ചയുടെ കല്ലേറല്ലാതെ മറ്റെന്താ നമുക്ക് കിട്ടുക? അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ പ്രസംഗിക്കാനൊക്കെ മിടുക്കരാണ്, പക്ഷെ വീഴുന്നവർക്കൊപ്പം നിൽക്കില്ല. പക്ഷേ ഈ ബിഷപ്പ് വീഴുന്നവർക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ്. അടക്കപ്പെട്ട പല വാതിലുകൾക്കും മുമ്പിൽ മുട്ടി തളർന്ന് അവസാനം വിക്ടർ ഹ്യൂഗോ എഴുതുന്നത് അയാളൊരു വെട്ടം കണ്ടു. അതായത് കുറ്റാക്കുരി ഇരുട്ടത്ത് പ്രത്യാശയുടെ ഒരു മെഴുകുതിരി ആരോ കത്തിച്ചിരിക്കുകയാണ്. ഒരു വീടാണ്, ചെന്ന് മുട്ടി അതൊരു ബിഷപ്പിൻ്റെ വീടാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെയാണ് ബിഷപ്പ് മിരിയൽ ഉള്ളത്. അദ്ദേഹം കാത്തിരിക്കുന്നത് പോലെയാണ്. നീ എൻ്റെ VIP ഗസ്റ്റാണ്, നിനക്കുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് സംസാരം മുഴുവൻ. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകന് വേണ്ടി വാതിലും തുറന്നിട്ട് കാത്തിരിക്കുന്ന പിതാവിനെ പോലെ. വാതിൽ ഇതുവരെ അടച്ചിട്ടില്ല, അയാൾ കാത്തിരിക്കുകയാണ് കണ്ടെന്നിട്ട്. അയാൾ ഇയാൾക്ക് വേണ്ടി വിരുന്ന് മേശ അലങ്കരിക്കുന്നു. നല്ല വിരിപ്പുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സിൽവർ കാൻഡിൽ സ്റ്റിക്സ് അവിടെ കൊണ്ടുവരുന്നു. അതായത് VVIP എത്തിച്ചേരുമ്പോൾ മെഴുകുതിരിക്കാലുകൾ, സിൽവർ കാൻഡിൽ സ്റ്റിക്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കും. അവിടെ മെഴുകുതിരിൽ കത്തിച്ച് വെക്കും. കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അതൊക്കെ. ഇയാൾ അമ്പരം നിൽക്കുകയാണ്. കാരണം ഇയാൾ VVIP ഒന്നല്ല, കീടങ്ങളാണ്. കീടങ്ങളിൽ കീടങ്ങളായി മാറിയിട്ടുള്ള മനുഷ്യരുടെ പ്രതിനിധിയാണ് ഇയാൾ. അങ്ങനെയുള്ള ഇയാൾക്ക് വേണ്ടിയാണ് ഈ വിരുന്നാഘോഷമൊക്കെ. ഇയാൾക്ക് അമ്പരപ്പാണ്. പക്ഷെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇരുട്ടിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇരുട്ടിനെ വിട്ടു പോയാലും ഇരുട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ പിന്നാലെ വരും. അത് ജീവിതത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. ചില ശീലങ്ങൾ, നിങ്ങൾ ആദ്യം ശീലത്തെ കെട്ടിപ്പിടിച്ചു, പിന്നെ ശീലം നിങ്ങൾ കെട്ടിപ്പിടിച്ചു. അവസാനം കെട്ടിപ്പിടിച്ച് നിങ്ങളെ ശ്വാസം മുട്ടിച്ച് ശീലം കൊന്നുകളയും, നിങ്ങളില്ലാതാവും. ഇത് തന്നെ ജീൻ വാൽജീൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് അയാളുടെ നന്മ അയാൾ വേണ്ടെന്ന് വെച്ചാണ്, മനുഷ്യത്വം വേണ്ടെന്ന് വെച്ചാണ്. ഇപ്പോൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അയാളുടെ മനസ്സിൽ തെളിയുന്നത് ആ മെഴുകുതിരിക്കാലുകളാണ്. അതെടുത്താൽ വിറ്റാൽ അയാൾക്ക് നല്ല കാശ് കിട്ടും. ഈ ബിഷപ്പിൻ്റെ നന്മയൊക്കെ അയാൾ മറന്നു പോകുന്നുണ്ട്. അയാൾ അവസാനം ഈ കാൻഡിൽ സ്റ്റിക്സ് മോഷ്ടിച്ച് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന അയാളെ പോലീസുകാർ അപ്പാടെ പിടികൂടുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം ഇത് ബിഷപ്പിൻ്റെ കൊട്ടാരത്തിൽ നിന്നുള്ളതാണ്. അയാൾ ഹാജരാക്കുന്നു. ബിഷപ്പ് ഒരു നുണ പറയുകയാണ്. നുണ എന്താണ്? അയ്യോ, എൻ്റെ സുഹൃത്തിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഞാൻ സമ്മാനമായിട്ട് കൊടുത്താണ്. നിങ്ങൾ അയാൾ എന്തിനാ കള്ളനെന്നും കവർച്ചക്കാരനെന്നും വിളിച്ചത്? അത് അയാൾക്ക് ഞാൻ സ്നേഹത്തോടെ കൊടുത്തതല്ലേ, അത് അയാൾക്ക് തന്നെ കൊടുക്കുക, അയാളെ സന്തോഷത്തോടെ പോകട്ടെ. പോലീസുകാർ മടങ്ങിപ്പോയി. അപ്പോൾ ബിഷപ്പ് ഇയാളോട് പറയുന്നുണ്ട്, ആ സിൽവർ കാൻഡിൽ സ്റ്റിക്സ് അത് നിൻ്റെ ആത്മാവിൻ്റെ വിലയാണ്. ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയതാണ്. നിൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിന് ഏൽപ്പിക്കുകയാണ്. പിശാചിൽ നിന്നും വില കൊടുത്ത് ഞാൻ നിൻ്റെ ആത്മാവിനെ വാങ്ങി ഞാൻ ദൈവത്തിന് തിരികെ ഏൽപ്പിക്കുന്നു. മറക്കരുത് നീ ഇക്കാര്യം. മനുഷ്യനായിട്ട് ജീവിക്കുക. മനുഷ്യനാകാൻ മറക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. മനുഷ്യനായിട്ട് തന്നെ നീ ജീവിക്കണം. ജീൻ വാൽജീൻ മരിക്കും വരെ ആ ഉപദേശം സ്വീകരിച്ചു. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മൃഗഭാവം പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴൊക്കെ അയാൾ ബിഷപ്പിനെ ഓർത്തു. അയാൾ ഈ കാൻഡിൽ സ്റ്റിക്ക് ഒരു സൗവിനീർ പോലെ കൂടെ കൊണ്ടു നടന്നു. അവസാനം അയാൾ മരിക്കുന്ന നേരത്തും അതിൻ്റെ ആ കാൻഡിൽ സ്റ്റിക്കിലെ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് അയാൾ മരിക്കുക. അവസാന സമയത്തും അയാൾ ഈ ബിഷപ്പിനെ, അപ്പനെ ഓർക്കുന്ന മട്ടിൽ ഓർത്തു. അയാൾ സന്തോഷത്തോടെയാണ് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുന്നത്. കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുകയാണ്. ഒരു പുസ്തകം, ആ പുസ്തകം നിങ്ങളെ ഹൃദയപരിവർത്തനത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, കുറച്ച് അസ്വസ്ഥത തന്ന് പിന്നെ മഹാസ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, കുറച്ച് വെല്ലുവിളികൾ ഉയർത്തി പിന്നെ നല്ല പ്രതിവിധികളിലേക്ക് നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ, ആ പുസ്തകമെന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ളതല്ല. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ നന്നാക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പുസ്തകം വായിക്കുക? ഇനി ഈ ബിഷപ്പിനെ നമ്മൾ ശരിക്കും ധ്യാനിക്കണം.
കാരണം ഇതൊരു ധ്യാന പുസ്തകം പോലുള്ള പുസ്തകമാണ്. ഈ കഥാപാത്രം നമ്മെ വെല്ലുവിളിക്കുന്നു, ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നു, വല്ലാതെ നന്മയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ്. ഇറസിസ്റ്റിബിൾ ഫോഴ്സാണ്. സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവം ചിലപ്പോൾ നിങ്ങളെ മുറിപ്പെടുത്തി ക്ഷതപ്പെടുത്തി സുഖപ്പെടുത്തുകയാണ്. ഇവിടെ മുറിപ്പെടുത്തലുണ്ട്, ക്ഷതപ്പെടുത്തലുണ്ട്, പിന്നെ സുഖപ്പെടുത്തലുണ്ട്. ആ സുഖാനുഭവത്തിലേക്ക് നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. ബിഷപ്പിൻ്റെ പേര് ബിഷപ്പ് മിറിയൽ എന്നാണ്. പക്ഷേ ജീൻ വാൽജീൻ ഇദ്ദേഹത്തെ വിളിക്കുക മോൺസിഞ്ഞോർ ബിയൻവെനു എന്നാണ്. ബിയൻവെനു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഫ്രഞ്ചിൽ അതിൻ്റെ അർത്ഥം വെൽക്കം എന്നാണ്, സുസ്വാഗതം. ഒരാളെ ഹൃദയപൂർവ്വം ഉള്ളിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ സുസ്വാഗതം എന്നല്ലാതെ മറ്റെന്താ വിളിക്കുക? ഞാൻ ഇത് വായിച്ചപ്പോൾ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എത്ര പേര് അകത്തുണ്ട്, എത്ര പേർ പുറത്തുണ്ട്? ഒരു മഹാവിശുദ്ധൻ ധ്യാനത്തിൽ ചോദിച്ച ഒരേ ഒരു ചോദ്യമാണത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിൽ അയാൾ തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം, ഹൗ മെനി ഇൻ, ഹൗ മെനി ഔട്ട്? എത്ര പേര് അകത്തുണ്ട്, എത്ര പേര് പുറത്ത് നിൽക്കുകയാണ്? ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ദൈവം തന്നെ പുറത്തായിരിക്കും. ദൈവം വാതിലേക്ക് മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. കാരണം എന്താ? സ്ഥലമില്ല. ഈഗോ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈഗോ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നൊരിടത്ത് ദൈവത്തിന് സ്ഥാനമില്ല. ദൈവത്തിന് സ്ഥാനമില്ലാത്തടത്ത് മനുഷ്യർക്ക് സ്ഥാനം ഉണ്ടാവും. നിങ്ങൾ പറയും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന്. സ്വയം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കുക. എത്ര വട്ടം നിങ്ങളുടെ ജീവിത സഖി അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, ജീവിത പങ്കാളി അയാൾ ഉള്ളിലുണ്ട്, നമ്മൾ പറയും സദാ ഉള്ളിലുണ്ടെന്ന്. അതൊരു നുണയല്ലേ? നുണയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് പോലും നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇനി മറ്റൊരാളെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊക്കെ അയാൾ നൽകുന്നതുകൊണ്ടാണ്. പ്രതീക്ഷക്കനുസരിച്ച് അയാൾ വളരുന്നില്ലെന്ന് തോന്നലുണ്ടായാൽ അപ്പോൾ ഔട്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ തെറിപ്പിച്ച് ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഔട്ടായി, മാച്ചിൽ ഞാൻ ജയിച്ചു എന്നിട്ട് നിങ്ങൾ നിൽക്കുകയാണ് പൊട്ടൻ എന്ന് ദൈവം പറയും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് നമ്മളെപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ബിയൻവെനു, സുസ്വാഗതമായിട്ട് ഞാൻ എന്ന് മാറും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളൊക്കെ സ്വയം കണ്ടെത്തണം. ഇനി ബിഷപ്പിൻ്റെ വീട് അതൊരു പ്രതീകമാണ്. കാരണം എന്താണെന്നറിയോ? അവിചാരിതമായി പ്രതീക്ഷിക്കുവാൻ വയ്യാത്ത ആതിഥ്യമര്യാദ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജീൻ വാൽജീൻ എന്ന വ്യക്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ വീടിനൊരു പേരിടട്ടെ. ആ പേര് മേസൻ ദി മിസെരിക്കോർദിയ എന്നാണ്. ഫ്രഞ്ചിൽ എൻ്റെ അർത്ഥം കരുണാർദ്രതയുടെ വീട്. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ വീട് അത് നിങ്ങളുടെ താൽക്കാലിക വീടായാലും വാടക വീടായാലും സ്ഥിര വീടായാലും, എല്ലാ വീടുകളും വാടക വീടുകൾ തന്നെയാണ്, അത് വേറെ കാര്യം. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്, ആ വീടിന് കരുണാർദ്രതയുടെ വീടെന്ന് പേരിടാൻ പറ്റുമോ? ഇതൊരു ചോദ്യമാണ്. നിങ്ങളുടെ വീട് എങ്ങനെയുള്ള വീടാണ്? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഒരു കുഞ്ഞ് കൗമാരക്കാരി വീട് വിട്ട് പോയി. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തെരഞ്ഞു പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ട് വന്നു. ഇടയ്ക്ക് വെച്ച് ആളുകൾ ചോദിച്ചു, എന്തിനാടി ആ വീട് വിട്ടു പോയത്? അവൾ കൂളായിട്ടൊരു ചോദ്യം, അതിനേക്ക് ആരെങ്കിലും വീടെന്ന് വിളിക്കുമോ? അതിനേക്ക് ആരെങ്കിലും വീടെന്ന് വിളിക്കുമോ? നിങ്ങളുടെ വീടിനെ വീടെന്ന് വിളിക്കില്ല എന്ന് ഒരു കുഞ്ഞു പറയുകയാണ്. അങ്ങനത്തെ അവസ്ഥ നിങ്ങളുടെ വീടിനുണ്ടോ എന്നൊന്ന് ചോദിക്കുക. മകനോട് അപ്പൻ കയർക്കുകയാണ്, എടാ നീ എന്താണ് വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്ത് നിൻ്റെ കൂട്ടുകാരുടെ കൂട്ടങ്ങളിലേക്ക് പോകുന്നത്? മകൻ കൂളായിട്ട് പറഞ്ഞു, അതിനെ വീടെന്ന് സത്യത്തിൽ വിളിക്കാൻ പറ്റുമോ? നിങ്ങളൊരു മിലിറ്ററി കമാൻഡറും അതൊരു മിലിറ്ററി ക്യാമ്പും. നിങ്ങൾ അപ്പനായിട്ട് മാറിയാൽ ഞാൻ മകനായിട്ട് വീട്ടിലേക്ക് വരാം. കാരണം യുദ്ധം നയിക്കാനും യുദ്ധത്തിൽ പങ്കുചേരാനും എനിക്ക് താല്പര്യമില്ല. വീട്ടിലെ യുദ്ധം മാത്രമേ ഉള്ളൂ. ഏത് നേരവും മിലിറ്ററി കമാൻഡർ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ വീടിൻ്റെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പനായിരിക്കണം, മിലിറ്ററി കമാൻഡർ അല്ല. അപ്പോൾ മക്കളായി മാറും. അല്ലെങ്കിൽ സോൾജിയേഴ്സും കമാൻഡേഴ്സും ചേർന്നുകൊണ്ട് പരസ്പരം തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പടയൊരുക്കങ്ങളും. ഇതാണ് നിങ്ങളുടെ വീട്ടിൽ? ചോദിച്ചു നോക്കുക. അപ്പോൾ വീടൊരു പ്രതീകമാണ്. നിങ്ങളുടെ വീട് എങ്ങനെയുള്ള വീടാണെന്ന് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തി പറയുക. നിങ്ങളുടെ വീട്ടിൽ യഥാർത്ഥ ജീവനുണ്ടോ, ജീവിതമുണ്ടോ? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. ഇനി ഞാനൊരു പുരോഹിതനാണ്. ഈ പള്ളിമേടയിൽ പള്ളി വന്ന് നിറഞ്ഞില്ലെങ്കിൽ പള്ളിമേട മോടിയുള്ള ഒരു ഓട മാത്രമായി മാറും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
പള്ളിമേട കരുണാർദ്രതയുടെ വീടായിരിക്കണം. അവിടെ ആർക്കും പ്രവേശിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ അനുഭവിക്കാൻ സാധിക്കണം. അതല്ല എങ്കിൽ വെറുതെയാണ്. പൊള്ളത്തര കുത്തി നിറച്ച ഒരു വീട്, വെള്ളയടിച്ച കുഴിമാടത്തിൻ്റെ അവസ്ഥയാണ്, അകത്ത് ജീർണതയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുള്ളത് എൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ താമസിക്കുന്ന വീട് ഇതുപോലെ ഒരു കള്ളത്തരത്തിൻ്റെ കൂടാരമാക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കള്ളത്തരത്തിൻ്റെ പ്രസംഗമാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇരുട്ടിനെ പുതച്ചുകൊണ്ടിരിക്കുന്നയാൾ വെട്ടത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വിരോധാഭാസമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിനെ പോലെ ഞാനിടയ്ക്ക് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ഇരുട്ട് എന്നോട് സംസാരിക്കാൻ നീ ഇടവരുത്തല്ലേ, നിൻ്റെ മഹാവെട്ടം മാത്രം എന്നോട് സംസാരിക്കട്ടെ. ഇത് തന്നെ ഓരോ പുരോഹിതൻ്റെയും പ്രാർത്ഥനയും മാറട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ വീട് ഒരു കോൺസെപ്റ്റാണ്. ഇനി അടുത്തത്, നമ്മൾ ഓരോ കണ്ടുമുട്ടലും ഒരു വചനപ്രഘോഷണമാണ്. അതിനെക്കുറിച്ച് ധ്യാനിച്ചു നോക്കുക. നിങ്ങൾ ഇന്നത്തെ ദിവസം ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ അവർക്കൊക്കെ സദ്വാർത്ത കൊടുക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. തുടക്കത്തിൽ ആ ചോദ്യം ചോദിച്ചു, ഇന്ന് എത്ര പേർക്ക് സദ്വാർത്ത കൊടുത്തു? പുഞ്ചിരി ഒരു സദ്വാർത്തയാണ്, നല്ലൊരു വാക്കൊരു സദ്വാർത്തയാണ്, ഒരു സ്പർശം ഒരു സദ്വാർത്തയാണ്, ഒരു ആലിംഗനം ഒരു സദ്വാർത്തയാണ്, മൗനം പോലും സദ്വാർത്തയാണ്. ഒരുപക്ഷെ കുറ്റപ്പെടുത്തേണ്ട, പൊട്ടിത്തെറിക്കേണ്ട നേരത്ത് നിങ്ങൾ മൗനം പാലിക്കാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കൃപയുടെ തീരുമാനമാണ്. നിങ്ങളുടെ മൗനം സദ്വാർത്തയായിട്ട് മാറുന്നു. ഇനി കനിവുള്ളൊരു നോട്ടം സദ്വാർത്തയാണ്. എല്ലാവരും കൂടി ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കനിവോടുകൂടി നിങ്ങളൊന്ന് നോക്കുകയാണ്. ആ നോട്ടം ഒരു സദ്വാർത്തയല്ലേ? പണ്ടത്തെ പുലിയായിരുന്ന ഒരാളെ വീട്ടുകാർ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയാളിപ്പോൾ എലിയാണ്. പണ്ടത്തെ പ്രതാപമൊന്നുമില്ല, വലിയ ഓഫീസറായിരുന്നു. ഇപ്പോൾ എല്ലാ രോമകൂപങ്ങളും നശിച്ചുപോയി. ഏതോ ഒരു പഴയ സിംഹത്തെ പോലെ അയാൾ ജീവിക്കുകയാണ് വീട്ടിൽ. പക്ഷെ പണ്ടത്തെ പുലിയോ അല്ല സിംഹമോ അല്ല, വെറും എലിയാണ്. എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ പേരക്കുട്ടികളിൽ ഒരാൾ ഓടി വന്നു അയാളുടെ മടിയിൽ കയറിയിരുന്നു. മടിയിൽ കയറി ഇരുന്നിട്ട് അയാളുടെ വിളറിയ മുഖത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, പപ്പ ഐ ലവ് യു. സുവിശേഷ പ്രഘോഷണം നടക്കുകയാണ് ഇവിടെ. കാരണം എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പെട്ടെന്നൊരു കനിവിൻ്റെ മാലാക വന്ന് മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് പപ്പ ഐ ലവ് യു എന്ന് പറയുകയാണ്. ഇതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. വീഴ്ത്തപ്പെട്ടവരെ വീണ്ടും കല്ലെറിഞ്ഞ് വീഴ്ത്താൻ എത്രയോ പേർ നിലനിൽക്കുന്നുണ്ട്. അവർക്കിടയിൽ ഒരു പൂവുമായി കാത്തു നിൽക്കുന്നയാൾ ദൈവത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന ആളല്ലേ, ഗുഡ് ന്യൂസ് അല്ലേ? അപ്പോൾ ഇത് ആയി നമ്മൾ മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം. അടുത്തൊരു പ്രതീകം കൂടിയുണ്ട്. അതായത് നമുക്കൊക്കെ മറ്റൊരാളുടെ നന്മയെ തൊട്ടെടുക്കാൻ ഒരു കടമയുണ്ട്. ഈ ബിഷപ്പിനെ കുറിച്ച് വിക്ടർ ഹ്യൂഗോ വളരെ വാചാലമായിട്ട് എഴുതുന്നുണ്ട്. അയാളുടെ ശമ്പളമായി കിട്ടുന്ന തുകയിൽ ദശാംശം അയാൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി അയാൾ താമസിച്ചിരുന്ന വലിയ വീട് അത് ഗവൺമെൻറ്റിൻ്റെ ആശുപത്രിയാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട്. അയാളിപ്പോൾ താമസിക്കുന്ന മറ്റൊരിടത്താണ്. മാത്രമല്ല എപ്പോഴും രോഗികളെ തേടി, പാവപ്പെട്ടവരെ തേടി അയാൾ സഞ്ചരിക്കുന്നുണ്ട്. ഒരു വിപ്ലവകാരി മരിക്കാൻ കിടക്കുമ്പോൾ അയാളുടെ അനുഗ്രഹാശിസ് വാങ്ങാൻ വേണ്ടി ഇയാൾ ശിരസ് കുനിക്കുന്നുണ്ട്. സ്നേഹമാണ് അയാളുടെ ഭാഷ. സ്നേഹിക്കുമ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ മുഖമായി മാറുമെന്നാണ് ഈ ബിഷപ്പ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹിക്കുമ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ മുഖമായി മാറുന്നു. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ഇനി മറ്റുള്ളവരെക്കുറിച്ചുള്ള മുൻവിധികൾ വളരെ കുറവാണ് ഈ ബിഷപ്പിന്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കള്ളന്മാരെന്ന് പറയുന്നത് പുറത്തുള്ളവരല്ല, കള്ളൻ അകത്തുള്ള ആളാണ്. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുകയാണ്, പുറത്തുള്ള കള്ളന്മാർ ചോട്ടാ കള്ളന്മാരാണ്, ചെറിയ ചെറിയ കള്ളന്മാരാണ്. പെരുത്ത കള്ളൻ അകത്തിരിക്കുന്ന കള്ളനാണ്, മുൻവിധിയുടെ കള്ളൻ. നമ്മുടെ അകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന തിന്മയാണ് ഏറ്റവും വലിയ കൊലപാതകി. അപ്പോൾ അതിനില്ലാതാക്കുക. പുറത്തുള്ള കള്ളന്മാരെ ഇല്ലാതാക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് അകത്തുള്ള കള്ളന്മാരെ ഇല്ലാതാക്കുക. അപ്പോൾ ലോകം നന്നാവും. വിക്ടർ ഹ്യൂഗ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, നമ്മളെല്ലാവരും സ്വർണം ഖനിയിൽ നിന്നും പതുക്കെ പതുക്കെ എടുക്കാൻ ശ്രമിക്കുകയാണ്, മൈനിങ്. പക്ഷേ ഇദ്ദേഹം ആത്മാവിൻ്റെ നന്മയെ എടുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ലോകത്ത് നന്നാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളായിട്ട് സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുക. ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ നിങ്ങൾ ഒരു 10-20 ദിവസം അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മകളെ നന്നാക്കാൻ വേണ്ടി എല്ലാവരുടെ മുമ്പിൽ വെച്ച്
ഒരു 20 ദിവസം കുറ്റപ്പെടുത്തുക. 21ാമത്തെ ദിവസം അവൻ തീരുമാനമെടുക്കും, ഞാനൊരു ബ്ലഡി റാസ്കലായിട്ട് മാറുമെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പരസ്യമായിട്ട് നിന്ദിക്കപ്പെടുന്ന, പരസ്യമായിട്ട് കുറ്റം വിധിക്കപ്പെടുന്ന, പരസ്യമായിട്ട് പൊട്ടനെന്നോ പൊട്ടിയെന്നോ മണ്ടനെന്നോ മണ്ടിയെന്നോ വിളിച്ചാക്ഷേപിക്കപ്പെടുന്നൊരു കുഞ്ഞ് തീരുമാനമെടുക്കും, ഞാൻ അങ്ങനെ തന്നെയായി മാറുമെന്ന്. പല കുട്ടികളും തല തിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം തലയിരിക്കേണ്ടടുത്ത് തലയിരിക്കാത്തതായിരുന്നു. തലയിരിക്കേണ്ടടുത്ത് തലയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതുപോലെ ബഹുമാന്യതയുടെ കിരീടമണിഞ്ഞിരിക്കണം, സ്നേഹത്തിൻ്റെ മേലങ്കി ധരിച്ചിരിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വീടിനകത്തും വീടില്ലാത്ത അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെറുതെ ഓർത്ത് നോക്കുക. അടുത്തൊരു തീം കൂടിയുണ്ട്. അതായത് നമ്മളുടെ വേസ്റ്റ് എന്ന് പറയുന്ന ആളിലും ബെസ്റ്റ് എലമെൻ്റ് എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അതായത് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഏത് കലക്കവെള്ളവും നല്ല വെള്ളമായിട്ട് മാറും. ഏത് പുഴയാണ് കാത്തിരിക്കുമ്പോൾ തെളിയാത്തത്? നിങ്ങളങ്ങനെ കാത്തിരിക്കാൻ തയ്യാറാണോ? ഒലിവിയ എർട്ടൻ്റെ പണ്ടത്തെ പാട്ടുണ്ട്, ആ ലിറ്റിൽ മോർ ലവ് സെറ്റ്സ് ഇറ്റ് റൈറ്റ്. ഒരു ഇത്ര കൂടി സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും. അങ്ങനെ എല്ലാം ഓക്കെ ആവുമെന്ന് പറയാനും കാത്തിരിക്കാനും നിങ്ങൾക്ക് പറ്റാറുണ്ടോ? എനിക്ക് പറ്റാറില്ല പലപ്പോഴും, നിങ്ങൾക്കും പറ്റാറില്ലായിരിക്കും പലപ്പോഴും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം പറഞ്ഞു തരുന്നുണ്ട്, ഒരു ചാൻസ് കൂടി കൊടുക്ക്, ഒരു തവണ കൂടി കാത്തിരിക്കുക, ഒരു തവണ കൂടി വാതിൽ തുറക്കുക. അങ്ങനെ അവസാന വട്ടത്തിലെന്ന മട്ടിൽ ഒരു തവണ കൂടി വാതിൽ തുറന്നാൽ ചിലപ്പോൾ അകത്ത് പ്രവേശിക്കുന്നയാൾ അത്ഭുതകരമായി മാറ്റം നേടിയ ഒരാളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ജീവിതത്തിലെ വലിയ പാഠമാണ്. ഈസ്റ്റർ കാലത്ത് മകന് വല്ലാത്തൊരു കുറ്റബോധം. കാരണം അവരുടെ അപ്പൻ റഫ് ആൻഡ് ടഫ്, വെരി സെൽഫിഷ്, വെരി ക്രൂവൽ, അങ്ങനെ ആൾ ഇവരെ ഉപേക്ഷിച്ച് പോയതാണ്. പക്ഷെ മകനൊരു കുറ്റബോധം, എന്തൊക്കെയാലും അപ്പനല്ലേ, എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും അപ്പൻ തന്നെയല്ലേ, അപ്പനൊന്ന് വിളിക്കണം. അമ്മയോട് പറഞ്ഞു ഒന്ന് വിളിച്ചോട്ടെ, അമ്മ വിളിക്കണം, നിങ്ങളുടെ അപ്പനല്ലേ, വിളിക്കുക. വിളിച്ചു. ഫോൺ വിളി കേട്ട് അപ്പുറത്തുനിന്ന് ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരു മുരളിച്ച, പിന്നെ ഒരു പൊട്ടിക്കരച്ചിലാണ്. അഗ്നിപർവ്വതം പൊട്ടി ലാവാപ്രവാഹം പുറത്തേക്ക് വമിക്കുകയാണ്. കരച്ചിനൊടുവിൽ അയാൾ പറഞ്ഞു, എടാ മോനെ, ഇന്നെങ്കിലും നീ വിളിച്ചില്ലായിരുന്നെങ്കിൽ ചങ്ക് പൊട്ടി ഞാൻ ചത്തുപോകുമായിരുന്നു. ചില മനുഷ്യരങ്ങനെയാണ്. ഗെറ്റ് ഔട്ട് നിങ്ങളോട് പറഞ്ഞു, പക്ഷെ അർത്ഥമാക്കിയത് ഗെറ്റ് ഇൻ എന്നായിരുന്നു. നിങ്ങളോട് പുറത്തു പോയെന്ന് അലറിയ മനുഷ്യൻ അകത്തേക്ക് വാമോനെ എന്നെ കെട്ടിപ്പിടിക്കൂ എന്നാണ് പറഞ്ഞത്. നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയെടുക്കും? ചില മനുഷ്യരൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, നിങ്ങൾ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരാൾ, അയാളിലുണ്ട് നന്മയെന്ന് എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? അതിന് അകത്തെ നന്മയെ ഖനനം ചെയ്തെടുക്കണം. ആൽക്കമിസ്റ്റായിട്ട് സ്വയം മാറണം. ആൽക്കമി എന്താണ്? ഏറ്റവും വർത്ത്ലെസ് മെറ്റീരിയലിനെ പോലും തൊട്ട് ഗോൾഡാക്കി മാറ്റലാണ് ആൽക്കമി. നമ്മളൊക്കെ ആൽക്കമിസ്റ്റുകളായി മാറേണ്ടവരാണ്, എന്നാലേ ജീവിതം സുന്ദരമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകൾ കരുണാർദ്രതയുടെ വീടുകളായിട്ട് രൂപാന്തരപ്പെടട്ടെ. സ്നേഹത്തോടു കൂടി നല്ല യാത്ര നേരുന്നു.